അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. وقال رسول الله صلى الله عليه وسلم: من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة. يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني فكن ماني من شر الحياة ومن شر الممات ومن إحراق جثماني تحية الصمد المولى ورحمته ما غنت الطير في أوراق أغصاني عليك يا عروة الوثقى ويا سندي أوفى ومن مدحه روحي وريحاني. ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഈ സ്റ്റേജിലും വേദിയിലുമായി അണിനിരന്ന സാദാത്യങ്ങളെ, പഴയകാല ഇസ്ലാമിക് സെന്ററിന്റെയും പ്രവർത്തകരായ കരീം ഫൈസി, അബ്ദുള്ള ഫൈസി, അബ്ദുള്ള സാഹിബ് കൊപ്പം തുടങ്ങിയ നേതാക്കളെ, പ്രവർത്തകരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് ജിദ്ദ ഇസ്ലാമിക് സെന്ററും SYS-ഉം SKIC-യും സംയുക്തമായി നടത്തുന്ന വസന്തം 2017 എന്ന പരിപാടിയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയാനും കേൾക്കാനും ആസ്വദിക്കാനും വേണ്ടി ഒരുമിച്ച് കൂടിയ ആശിഖീങ്ങളായ നിങ്ങളോട് ഈ കിട്ടിയ സമയം കൊണ്ട് ഈ മഹത്തായ പരിപാടിയിലേക്ക് അവസരം നൽകിയ ഇതിന്റെ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഹബീബിനോടുള്ള മഹബത്തിന്റെ, ഇഷ്കിന്റെ, സ്നേഹത്തിന്റെ ഭാഗമായി നാം ഇത്രയും സമയം ഇവിടെ ചെലവഴിച്ച ഈ സമയങ്ങൾ എത്രയും പറഞ്ഞതും കേട്ടതും ആസ്വദിച്ചതുമൊക്കെ ഒരു സൽക്രമമായി റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഹബീബിനോടൊന്നിച്ച് സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു സബബായി പടച്ച റബ്ബ് ഇതൊക്കെ സ്വീകരിക്കട്ടെ. ഹബീബിന്റെ ശഫാഅത്തിലായി അള്ളാഹു നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ആമുഖം നീട്ടി പരത്തി പറയാതെ മഹബ്ബത്തുർ റസൂൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിനെ കുറിച്ചാണ് എനിക്ക് ഈ സദസ്സിൽ സംസാരിക്കാൻ തന്ന വിഷയം. ലോകത്ത് ഇത്രമാത്രം അനുയായികളെ സ്നേഹിച്ച ഒരു നേതാവിനെയും അനുയായികളുടെ സ്നേഹം ഏറ്റുവാങ്ങിയ
നേതാവിനെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുയായികളുമല്ലാതെ ലോകത്ത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങോട്ട് സ്നേഹം കൊടുത്ത് ഇങ്ങോട്ട് സ്നേഹം തിരിച്ചു വാങ്ങി ദുന്യാവിലും ആഖിറത്തിലും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയുണ്ടോ ആ മാർഗങ്ങൾ മുഴുവനും സ്വീകരിച്ചവരാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്തും താബീങ്ങളും താബീങ്ങളുമൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് സ്വഹാബാക്കൾ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും മദഹ് ചെയ്തതാരാ? അത് പടച്ച റബ്ബാണ്. അല്ലാഹുവാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ കൂടുതൽ മദഹ് ചെയ്തത്. വിശുദ്ധ ഖുർആനിൽ الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. അത് തന്നെ പോരെ ഹബീബിന്റെ മഹത്വങ്ങൾ. എത്ര നബിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത്. അതിന്റെ അർത്ഥമൊക്കെ നമുക്കറിയാം. ഞാൻ അർത്ഥത്തിലേക്ക് ഒന്നും കടക്കണില്ല. റസൂലാണ്, നബിയാണ്, ഉമ്മിയാണ്. തൗറാത്തിൽ പരാമർശിക്കപ്പെട്ട, ഇഞ്ചീലിൽ പരാമർശിക്കപ്പെട്ട, വേദഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ട ഒരു പ്രവാചകൻ, നന്മ കൽപ്പിക്കുന്ന, തെറ്റായ കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ നിരോധിക്കുന്ന ഒരു പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കൂടുതൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദഹ് ചെയ്തത് പടച്ച റബ്ബാണ്. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജം മുനീറ. സിറാജം മുനീറ, ജ്വലിക്കുന്ന ദീപമാണ് നബിയെ തങ്ങൾ. അപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ കൂടുതൽ മദഹ് ചെയ്തത് മങ്കൂസ് മൗലൂദല്ല, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൗലൂദല്ല. അല്ലാഹുവാണ് ഹബീബിനെ വളരെ കൂടുതൽ പ്രശംസിച്ചത്, മദഹ് ചെയ്തത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ കൂടുതൽ സ്നേഹിച്ചതാരാ? അത് സ്വഹാബാക്കളാണ്. ആ സഹാബാക്കളിൽ വമ്പനും മുമ്പനും ഒന്നാമനും മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങളാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലൗ വലിയ ഈമാനു അബീബക്കറിൻ ബിഈമാനി അഹ്ലിൽ അർള് ലറജഹ ഈമാനു അബീബക്കർ സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ തുലാസിന്റെ ഒരു തട്ടിലും പ്രവാചകന്മാരെ മാറ്റി നിർത്തി ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങളുടെ ഈമാൻ തുലാസിന്റെ മറുതട്ടിലും വെച്ചാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ എനിക്കായിരിക്കും ഖനം തൂങ്ങുക എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്തേ കാരണം? നബിയുമായി കൊണ്ടുള്ള ആ ബന്ധം. വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിൽ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു തആല പരാമർശിച്ചത് വസയുജന്നബുഹൽ അത്ഖ, ഏറ്റവും നല്ല ഭക്തൻ. അങ്ങയുടെ ഉമ്മത്തിലെ ഏറ്റവും നല്ല ഭക്തനാരാ? ഇത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. വലാ യഗ്തലി ഉലിൽ ഫളി മിൻകും, നിങ്ങളിൽ നിന്നുള്ള മാന്യന്മാർ. ആരെ കുറിച്ചാ അത് പറഞ്ഞത്? ആരെ കുറിച്ചാ പറഞ്ഞത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് പറഞ്ഞത്. മറ്റൊന്ന്, നബിയെ തങ്ങളുടെ കൂട്ടുകാരനാകാൻ മാത്രം പടച്ച റബ്ബ് പറഞ്ഞ ഇത് ഖാല ലി സാഹിബിഹി, തങ്ങളുടെ കൂട്ടുകാരൻ സുഹബത്ത് എന്ന് പടച്ച റബ്ബ് പറയാൻ മാത്രം നബിയോട് അടുപ്പമുണ്ടാക്കിയ, നബിയെ സ്നേഹിച്ച ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം തന്നെയാണ് സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ നബിയെ സ്നേഹിച്ചതിൽ വമ്പനും മുമ്പനും ഒന്നാമനും മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങളാണ്. സിദ്ദീഖിന്റെ മഹത്വം, ആ സുഹബത്ത് ജീവിതത്തിലുടനീളം, ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിലനിർത്തി പോന്നു. നോക്കൂ നിങ്ങൾ, ഈമാനിന്റെ ഒന്നാമത്തെ സ്വാഹിദ്,
ആരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹിജറിന്റെ സാഹിബ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വാറിന്റെ സാഹിബ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബിന്റെ ചാരത്ത് അന്തി ഉറങ്ങാൻ ഭാഗ്യം ലഭിച്ച സാഹിബ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖിനെ സ്വർഗീയ ലോകത്തിലും എന്റെ സാഹിബാക്കി തരണമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. അപ്പോഴാണ് പടച്ച റബ്ബിന്റെ ഭാഗത്തിൽ നിന്ന് നബിയോട് അല്ലാഹു തആല പറഞ്ഞത്, ഖദുസ്തുജീബ ലക യാ റസൂലല്ലാഹ്. നബിയേ, അങ്ങേക്ക് അങ്ങയുടെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുന്നു. സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ നിന്ന് ഒരേ സമയത്ത് വിളിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരാള് തങ്ങളുടെ ഉമ്മത്തികളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് സിദ്ദീഖ് തന്നെ നബിയോട് ചോദിച്ചപ്പോ അന്ത മിൻഹും. ബുഖാരിയുടെ ഹദീസല്ലേ അത്? ബുഖാരിയുടെ ഹദീസ്. അന്ത മിൻഹും, സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ കൂടിയും ഒരേ സമയത്ത് വിളിക്കപ്പെടുന്ന വ്യക്തി സിദ്ദീഖ് തങ്ങളെ നിങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുവിശേഷം അറിയിച്ച മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനിക്ക് ഇത്രയും കട്ടി കൂടാനുള്ള കാരണം എന്താ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി കൊണ്ടുള്ള ബന്ധം. ഈ ഹദീസിൽ കാണാൻ കഴിയും. വലിയ സുദീർഘമായ ഒരു ഹദീസാണ്. ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് കടക്കില്ല. പ്രഗത്ഭരായ 5 സ്വഹാബകൾ ഒരുമിച്ച് കൂടിയ ഒരു സദസ്സ്. ആ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങളുണ്ട്, അലി റളിയല്ലാഹു അൻഹു തങ്ങളുണ്ട്. ഈ 4 ഖലീഫമാർക്ക് അപ്പുറത്തേക്ക് തസവ്വുഫിന്റെ ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഖാമിസുൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് 5ാമതായി കടന്നു വന്ന വക്കാന ഉസ്താദം ഫി ഫന്നി തസവ്വുഫ്, തസവ്വുഫിന്റെ വിഷയത്തിലെ ലോക മുസ്ലിങ്ങൾക്ക് മാതൃകയാണ്, ഉസ്താദായിരുന്നു എന്ന് ചരിത്രം വിശേഷിപ്പിച്ച ബഹുമാനപ്പെട്ട അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു തങ്ങൾ. ഈ 5 സഹാബാക്കളും കൂടിയിരിക്കുന്ന ഒരു സദസ്സില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 5 സഹാബാക്കളോടും ഒരേ ചോദ്യം ചോദിച്ചു. ഒരേ ചോദ്യം. എന്താ ചോദ്യം? മാദാ തുഹിബ്ബു മിനദ് ദുനിയ. ആദ്യം ചോദിച്ചത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് തന്നെയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള 4 ഖുലഫാഉർ റാഷിദീങ്ങൾ, 5ാമനായി ബഹുമാനപ്പെട്ട അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ മഅ അസ്ഹാബി. തന്റെ അനുയായികളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുകയാണ്. പ്രഗത്ഭരായ 5 സഹാബാക്കൾ. വസഅലഹും, നബി അവരോട് ചോദിച്ചു. മുബ്തദിഅൻ ബി അബീബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദ്യം തുടങ്ങി. എല്ലാ സഹാബാക്കളോടും ചോദിച്ചത് ഒരേ ചോദ്യം. എല്ലാ സഹാബാക്കളും മറുപടി പറഞ്ഞത് വ്യത്യസ്തമായിരുന്നു. ആദ്യം ചോദിച്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, യാ സിദ്ദീഖ്, മാദാ തുഹിബ്ബു മിനദ് ദുനിയ. മാദാ തുഹിബ്ബു മിനദ് ദുനിയ. ദുനിയാവിൽ നിന്ന് സിദ്ദീഖേ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ്? അതൊന്ന് പറഞ്ഞാലും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ മറുപടി, നബിയെ, ദുനിയാവിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങളുണ്ട്. ഏതാണ് ആ കാര്യങ്ങൾ എന്നറിയുമോ? അൽ ജുലൂസു ബൈന യദൈക് വന്നദുറു ഇലാ വജ്ഹിക് വഇൻഫാഖു മാലി അലൈക്. നോക്കണേ, നിങ്ങൾ ഏത് സമയത്തും തങ്ങളെ സദസ്സിൽ ഇങ്ങനെ വന്നിരിക്കുക, തങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അതിങ്ങനെ ആസ്വദിക്കുക, പിന്നെ സമ്പത്ത് മുഴുവനും തങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക. ഇതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങൾ. അതിന്റെ ശേഷം മറ്റു സഹാബാക്കളോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു. ഓരോരുത്തരും വ്യത്യസ്തമായ മറുപടികൾ പറഞ്ഞു. ആ ഒരു ബന്ധം, തങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കുക, തങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക, സമ്പത്ത് മുഴുവനും തങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക, ആ ബന്ധമാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചത്. ഒരു ദിവസം സുഖമില്ലാതെ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രോഗം സന്ദർശിക്കാൻ ചെന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗമായി തിരിച്ചു വന്നു. ചരിത്രത്തിൽ കാണാൻ കഴിയില്ലേ? മരിദൽ ഹബീബു ഫഉത്തുഹു, മരിദൽ ഹബീബു ഫഉത്തുഹു ഫമരിൽതു മിൻ ഹുസ്നി അലൈഹി ശുഫിയൽ ഹബീബു ഫസാറനി ഫശുഫീതു മിൻ നദിരി അലൈഹി. എന്താ അതിന്റെ അർത്ഥം?
സുഖമില്ലാതെ വീട്ടിൽ വിശ്രമിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രോഗം സന്ദർശിക്കാൻ ചെന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫമരിദതു മിൻ ഹുസ്നി അലൈഹി. രോഗിയായി കിടക്കുന്ന നബിന്റെ കാര്യം ഇങ്ങനെ ആലോചിച്ചിട്ട് രോഗിയായിട്ട് ആ നബിന്റെ അടുക്കൽ നിന്ന് തിരിച്ചു പോന്നു. നബിന്റെ രോഗം സുഖമായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുഖമില്ലാതെ വീട്ടിൽ കിടക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ രോഗം സന്ദർശിക്കാൻ വേണ്ടി നബി തങ്ങള് തിരിച്ചു വന്നു. നബിന്റെ മുഖത്തേക്കാണ്ട് നോക്കിയതോടുകൂടി ഫശുഫീതു മിൻ നളിരി ഇലൈഹി, നബിലേക്ക് അങ്ങോട്ട് നോക്കിയതോടുകൂടി എന്റെ രോഗം സുഖപ്പെട്ടു. നോക്കണേ നിങ്ങൾ, അങ്ങനെ നബിനെ സ്നേഹിച്ചത്. അതുകൊണ്ടല്ലേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിന്ന് ദുഖിറ അബൂബക്കറിൻ ഇൻദ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ആരോ പറഞ്ഞു, നിങ്ങൾക്കാണോ മഹത്വം അതല്ല സിദ്ദീഖിനെക്കാണോ? ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, അങ്ങനെ പറയരുതേ. കരഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെലവഴിച്ച ഒരൊറ്റ രാത്രി, ആ രാത്രിയിൽ നബിക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത ത്യാഗം, ആ ത്യാഗത്തിനോളം ജീവിതകാലം മുഴുവനും ഈ ഉമർ സൽക്രമങ്ങളെ കൊണ്ട് ധന്യമാക്കിയാലും സിദ്ദീഖിന്റെ പവറിലേക്ക് എത്താൻ എനിക്കൊരിക്കലും കഴിയുകയില്ല എന്ന് സൗറിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹിച്ച ആ ത്യാഗത്തെ കുറിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്. ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൗർ ഗുഹ വരെ ചുമലിലേറ്റിക്കൊണ്ട് തന്റെ വീട്ടിൽ ആകെയുണ്ടായിരുന്ന സമ്പാദ്യം ഓ നബിയെ, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്റെ സമ്പത്ത് മുഴുവനും തങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കലാണ് എന്നുള്ളത് അതൊരു വെറും വാക്ക് മാത്രമായിരുന്നില്ല. ഹിജറ പോകുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ സമയത്തും സിദ്ദീഖിന്റെ വീട്ടിൽ വരാറുള്ള ചരിത്രമാണ് നമുക്കൊക്കെ അറിയാം. സാധാരണ വരാറുള്ളത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേര സമയത്ത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടില് സാധാരണ നബി തങ്ങൾ വരാറുള്ളത്. പതിവിന്റെ വിപരീതമായി ഉച്ച സമയത്ത് ഹബീബിന്റെ വീട്ടിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഹബീബ് കടന്നു വരുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരത്തെ മനസ്സിലാക്കുകയാണ്, എന്തോ ഒരു പന്തികേടുണ്ട്. സാധാരണ രാവിലെയും വൈകുന്നേര സമയവും മാത്രം എന്റെ വീട്ടിലേക്ക് വരാറുള്ള നബി തങ്ങള് എന്താണ് ഈ നട്ടുച്ച സമയത്ത് അസമയത്ത് വീട്ടിലേക്ക് വരുന്നത്? നബിനെ കണ്ടപാടെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിക്കൊണ്ട് റൂമിൽ ചെന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ആയിഷ ബീവി അസ്മ അടക്കമുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളൊക്കെ ഇത് കേൾക്കുകയാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞത്രേ, അവരോടൊന്ന് മാറി നിൽക്കാൻ പറയൂ എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ നബിനോട് പറഞ്ഞു, നബിയെ, തങ്ങൾക്ക് എന്താ പറയാനുള്ളത് പറയണം, തങ്ങൾക്ക് എന്താ പറയാനുള്ളത് പറഞ്ഞോളൂ, അതെന്റെ കുട്ടികളല്ലേ. അങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞാൻ നാട് വിടുകയാണ്, എന്നെ ഇവിടെയുള്ള ജനങ്ങൾ എന്നെ നിൽക്കാൻ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ യാത്ര പോവാൻ വേണ്ടി ജനിച്ച നാടും വീടും സർവസ്വവും ത്യജിച്ചുകൊണ്ട് പുണ്യ മദീനയിലേക്ക് പാലായനം ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെയും പറഞ്ഞ ഒരു വാക്കുണ്ട്, അസ്സുഹബത്തു അസ്സുഹബത്തു യാ റസൂലല്ലാഹ്. നബിയെ, ഞാനും കൂടെ വരുന്നു. എനിക്കറിയാം തങ്ങൾക്ക് നാട് വിടേണ്ടി വരുമെന്ന്, എനിക്കറിയാമായിരുന്നു. നോക്കൂ നബിയെ, എന്റെ ആലയിൽ കാണുന്ന ഈ 2 ഒട്ടകങ്ങൾ, ഒന്ന് എനിക്ക് ഉള്ളതാണ്, മറ്റൊന്ന് തങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബിക്ക് യാത്രക്കുള്ള വാഹനങ്ങൾ ഒരുക്കി കൊടുത്ത് നബിന്റെ കൂടെ അനുഗമിച്ച് ആകെ വീട്ടിലുണ്ടായിരുന്ന 6000 ദിർഹമും കയ്യിലെടുത്തുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തമ്മിലുള്ള വയസ്സിന്റെ വ്യത്യാസം 1 or 2 വയസ്സിന്റെ വ്യത്യാസമാണ്. 53-ാമത്തെ വയസ്സിലാണ് മക്ക വിട്ടുകൊണ്ട് പുണ്യ മദീനയിലേക്ക് നബി തങ്ങൾ ഹിജറ പോകുന്നത്. ഏകദേശം ഒരു 51 or 52 വയസ്സ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും പ്രായമുണ്ട്. 52 or 51 വയസ്സ് പ്രായമുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോകുന്ന കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ഏതെങ്കിലും ശത്രുക്കൾ നബിനെ പിന്തുടർന്നുകൊണ്ട് അപായപ്പെടുത്തിയെങ്കിലോ എന്ന് മനസ്സിലാക്കി നബിന്റെ കാൽപ്പാടുകൾ പോലും മണൽത്തരികളിൽ മരുഭൂമിയിൽ പതിയാത്ത രൂപത്തിൽ പതിയരുത് എന്ന് മനസ്സിലാക്കി നബിനെ തോളിൽ ചുമന്നുകൊണ്ട് സൗർ ഗുഹ വരെ എത്തിച്ച സംഭവം നമുക്കറിഞ്ഞുകൂടെയത്? സൗർ ഗുഹ വരെ എത്തിച്ച ആ സംഭവം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ.
ആ സന്ദർഭത്തിലല്ലേ ഒന്നാലോചിച്ച് നോക്കിയുള്ള സൗർ ഗുഹ പലപ്പോഴും സന്ദർശിക്കാനൊക്കെ ഭാഗ്യം കിട്ടിയവരാണല്ലേ നമ്മൾ. ഇന്ന് ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായാലും സൗർ ഗുഹ കയറി ഇറങ്ങണമെങ്കിൽ ഒരു 3 മണിക്കൂർ സമയമെടുക്കും, ഏറ്റവും ചുരുങ്ങിയത്. എത്ര വെള്ളക്കുപ്പിയേറ്റാ നമ്മളൊക്കെ പോകാറുള്ളത് ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. അങ്ങനെ സൗർ ഗുഹയിൽ എത്തിയ സന്ദർഭത്തിൽ ഞാൻ ആദ്യം കടക്കാം, അതിൽ എന്തെങ്കിലും ഉപദ്രവ ജീവികൾ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോട്ടെ, എനിക്ക് സംഭവിച്ചാൽ ഒന്നും വരാനില്ല, എന്നാലും തങ്ങൾക്കൊന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സൗർ ഗുഹയിൽ കടന്ന് താൻ ഉടുത്തിരുന്ന തുണിയുടെ ഭാഗങ്ങളൊക്കെ കഷ്ണിച്ച് എല്ലാ ദ്വാരങ്ങളും അടച്ച് അവസാനം ആ സമയത്തല്ലേ നബിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മക്ക വിട്ടിരിക്കുന്നു എന്നുള്ള വിവരം പറഞ്ഞ് നബിനെ തേടി ഗുഹാമുഖത്തെത്തിയ ശത്രുക്കളെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിത്തട്ടിൽ വിശ്രമിക്കുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നുറങ്ങുന്ന ആ രംഗം നമുക്കൊക്കെ അറിയാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞില്ലേ, ലൗ നദറ അഹദുഹും ഇലാ ഖദമൈഹി ലഅബ്സറനാ യാ റസൂലല്ലാഹ്. ആ വന്ന 3 ആളുകൾ അവരിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ തലകുനിഞ്ഞുകൊണ്ട് ഗുഹയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കാണൂല നബിയേ. അപ്പോഴല്ലേ നബി തങ്ങൾ പറഞ്ഞത് ലാ തഖഫി ഇന്നല്ലാഹ മഅനാ. എന്തിനാ സിദ്ദീഖേ നിങ്ങൾ ഭയപ്പെടുന്നത്? പടച്ച റബ്ബ് നമ്മുടെ കൂടെയില്ലേ? അതിനെ സംബന്ധിച്ചല്ലേ പടച്ച റബ്ബ് പറഞ്ഞത്. ഇത് ഖാലലി സ്വാഹിബിഹി, നബിയെ തങ്ങളുടെ സ്വാഹിബിനോട് പറഞ്ഞ ആ സന്ദർഭം എന്ന് ഖുർആൻ പറഞ്ഞത് അതിനെ കുറിച്ചാണ്. അപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗുഹാമുഖത്ത് നബിക്ക് രക്ഷാബലയം തീർത്ത ബഹുമാനപ്പെട്ട ഇമാം ബൂസൂലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞതുപോലെ ളന്നുൽ ഹമാമ വളന്നുൽ അൻകബൂത അല ഖൈരിൽ ബരിയത്തി ലം തൻസുജി വലം തറുമീ. ഒരു മാടപ്രാവ് വന്നിട്ട് മുട്ടയിട്ട് ഗുഹാമുഖത്ത് നബിക്ക് രക്ഷാബലയം തീർത്തിരിക്കുന്നു. 8 കാലി വന്നുകൊണ്ട് ഗുഹാമുഖത്തെ പരിപൂർണമായും കവർ ചെയ്തുകൊണ്ട് വലയം തീർത്തു. കൂട്ടത്തിൽ നബിനെ തേടിയെത്തിയ ശത്രുക്കളിൽപ്പെട്ട ഒരാൾ പറഞ്ഞില്ലേ, മുഹമ്മദ് ദീനുണ്ടോ? അവരിൽ നിന്ന് തന്നെ മറുപടി വന്നു. അവരിൽപ്പെട്ട ഒരാൾ തന്നെ മറുപടി പറഞ്ഞു. റൂഹുൽ ബയാനിൽ കാണാം, മുഹമ്മദ് ജനിക്കുന്നതിന്റെ ഒരു 40 വർഷമെങ്കിലും പഴക്കമുള്ള 8 കാലിയുടെ വലയാണ് ഈ ഗുഹാമുഖത്ത് കാണുന്നത്. അതല്ല, മുഹമ്മദും സിദ്ദീഖും ഈ ഗുഹയിലുണ്ട് എങ്കിൽ ഇത്രയും നിർഭയമായി ഈ ഗുഹാമുഖത്ത് ഈ മാടപ്രാവുകൾ വന്നുകൊണ്ട് മാടപ്രാവ് വന്ന് മുട്ടയിട്ട് അടയിരിക്കൂ. അങ്ങനെ അവര് തിരിച്ചു പോകല്ലേ ചെയ്തത്. എന്നിട്ടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയാണെന്ന്. എന്നിട്ടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ കരയാണ്. അപ്പോഴല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു അത്ഭുത കാഴ്ച കാണിച്ചു കൊടുത്തത്. ഓ സിദ്ദീഖ്, ആ വന്ന 3 സംഗമങ്ങാനും ഗുഹയിലേക്ക് ഇരച്ചു കയറി ഒരു അക്രമത്തിന് മുതിർന്നാൽ നോക്കൂ, ഗുഹയുടെ പുറകിലേക്ക് നോക്കൂ. റൂഹുൽ ബയാനിൽ ഈ സംഭവം കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അത്ഭുത കാഴ്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറകിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു കപ്പൽ സർവ്വസന്നാഹങ്ങളോടും കൂടി നങ്കൂരമിട്ടുകൊണ്ട് ഒരു സമുദ്രം, ആ സമുദ്ര തീരത്ത് ഒരു കപ്പൽ. ശത്രുക്കളെങ്ങാനും ഗുഹയിലേക്ക് ഇരച്ചു കയറിക്കൊണ്ട് ഒരു അക്രമത്തിന് മുതിർന്നു കഴിഞ്ഞാൽ നബിനെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും സ്വീകരിക്കാൻ വേണ്ടി ഒരു കപ്പൽ നങ്കൂരമിട്ടുകൊണ്ട് കാത്തിരിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു സമാധാനത്തിന് വേണ്ടി, മനസ്സമാധാനത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു കൊടുത്തു. ആ ഒരൊറ്റ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത ത്യാഗം ജീവിതകാലം മുഴുവനും ഉമർ സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കിയാലും അവിടത്തേക്ക് എത്താൻ കഴിയില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രക്ഷാബലയം തീർത്ത ആ മാടപ്രാവ്, അത് നമ്മൾ ഈ സന്ദർഭത്തിൽ സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്താണ്. നോക്കൂ നിങ്ങൾ, നമുക്കൊക്കെ അറിയാലോ, ഹറമിന്റെ മുറ്റത്ത് ഇങ്ങനെ പറന്നുല്ലസിക്കുന്ന മാടപ്രാവുകൾ നമ്മളെ പള്ളികളിലും അമ്പലങ്ങളിലും മറ്റു ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും മാടപ്രാവുകളില്ലേ, അമ്പലങ്ങളില്ലേ, പള്ളികളില്ലേ, പഴയ വീടുകളിലൊക്കെ. പക്ഷെ ഹറമിലുള്ള മാടപ്രാവുകൾക്ക് ഒരു മഹത്വമുണ്ട്. എന്താ അതിന്റെ മഹത്വം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗുഹാമുഖത്ത് വന്നിരുന്നു കൊണ്ട് മുട്ടയിട്ട് നബിക്ക് അഭയം നൽകിയ മാടപ്രാവുകളുടെ സന്താന പരമ്പരകളാണ് ഇന്ന് ഹറമിന്റെ പരിസരത്ത് പറന്നുല്ലസിക്കുന്ന മാടപ്രാവുകൾ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു സംഭവം പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞെന്ന് അറിയങ്ങളെ? അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നിടത്താ പറഞ്ഞത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഇഷ്കിന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ് അവിടുത്തെ കുടുംബങ്ങളെ സ്നേഹിക്കുന്നത്. മൻ അഹബ്ബഹും യുഹിബ്ബുഹും ബിഹുബ്ബി വമൻ അബ്ഗദഹും യുബ്ഗദുനി. എന്റെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നത് എന്നോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അവരെ അവഗണിക്കുന്നത് എന്നെ അവഗണിച്ചത് എനിക്ക് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതെനിക്ക് ഭാഗ്യം കിട്ടിയവരാ കേരളീയ മുസ്ലിങ്ങൾ. പാണക്കാട് കുടുംബവും ബാഫക്കി കുടുംബവും അത് വല്ലാത്തൊരു മഹത്വം തന്നെയാണ്. എനിക്കെന്താ ഇവിടുത്തെ രാഷ്ട്രപതി ആയിക്കൂടെ, ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിക്കൂടെ, എനിക്ക് ആയിക്കൂടെ, അതിന് യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ രാഷ്ട്രത്തിന്റെ പിതാവായിക്കൂടെ, എനിക്ക് രാഷ്ട്രപിതാവോ പ്രധാനമന്ത്രിയോ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി വരെ എനിക്കൊക്കെ ആകാം. പക്ഷെ തങ്ങളാൻ കഴിയൂല. അതാ കുടുംബത്തിൽ തന്നെ ജനിക്കണം. കാശ് കൊടുത്താൽ കിട്ടുമോ? ഏത് ഡിഗ്രിയും കാശ് കൊടുത്താൽ ഉന്നതങ്ങളിൽ നിന്ന് നമ്മൾക്ക് സമ്പാദിക്കാൻ കഴിയും. പക്ഷെ തങ്ങളാകുക എന്ന് പറഞ്ഞാൽ അതൊരു കുടുംബ മഹിതമയാണ്. അവരഷ്റഫുൽ ഖൽഖിന്റെ സ്വന്തം രക്തമാ, അതിൽ നിന്ന് പൊട്ടിവിടർന്ന മുത്തും രത്നമാ. നാം നാളെ ആരോടാണ് കൈ നീട്ടേണ്ടത് എന്നോർത്ത് വേണം ഇന്നു പെരുമാറേണ്ടത്. ഹറമിൽ വസിക്കും പ്രാവിനെന്നും സ്ഥാനമാ, അത് കോറ് സൗറിൻ പ്രാവുകൾ സന്താനമാ എന്നുള്ളതോർത്തിട്ടാണ് സ്നേഹം അവകളെ, അതുപോലെ തന്നെ ഹാല് സദാത്തീങ്ങളെ. അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്ന അവിടെയാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ അവറുകൾ സവാജിറിലാണെന്ന് തോന്നുന്നു ആ സംഭവം പറഞ്ഞത്. അത് ബഹുമാനപ്പെട്ട തഅവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ വളരെ മനോഹരമായി അദ്ദേഹത്തിന്റെ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹറമിന്റെ മുറ്റത്ത് പറന്നുല്ലസിക്കുന്ന ആ മാടപ്രാവുകൾക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വരുന്ന തീർത്ഥാടകർ അവരിങ്ങനെ 1 റിയാലും 2 റിയാലും ഇങ്ങനെ കോതമ്പവും മരിയും ഇങ്ങനെ വാങ്ങിയിട്ട് ഹറമിന്റെ മുറ്റത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോ ആ കൊടുത്ത ആളെ കണ്ണ് എവിടെ നിന്നൊന്ന് നോക്കണ്ടെങ്കിൽ അയാളിങ്ങനെ നോക്കുകയാണ്. ഞാൻ ഈ മുറ്റത്തേക്ക് ഇട്ട ഈ കോതമ്പും ഈ അരിയും ഈ വന്ന പാരമ്പര്യമുള്ള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഈ മാടപ്രാവുകളോട് ഇത് ഭക്ഷിക്കുന്നുണ്ടോ എന്ന് വളരെ കൗതുകത്തോടു കൂടി നോക്കിക്കാണുന്ന തീർത്ഥാടകർ നമുക്ക് കാണാൻ കഴിയില്ല. അതല്ല നമ്മുടെ വിഷയം. പക്ഷെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ മഹബ്ബത്തിന്റെ ഭാഗം, അതുകൊണ്ട് ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഉമർ ഖത്താബ് തങ്ങൾ കരഞ്ഞു പോയത്. അതുകൊണ്ട് ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ എനിക്ക് കട്ടികൂടാനുള്ള കാരണം അതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിന്റെ വമ്പനും മുമ്പനും ഒന്നാം നിരയിലും എത്താനുള്ള കാരണം. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. അബൂ സുഫിയാനല്ലേ പറഞ്ഞത്, മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ. മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ലോകത്ത് ഒരൊറ്റ നേതാവിനെയും അനുയായികൾ സ്നേഹിക്കുന്നത് റഈസുൽ കഫറ എന്ന് ആ കാലഘട്ടത്തിൽ അബൂ സുഫിയാനെ സംബന്ധിച്ച് ചരിത്രം പറഞ്ഞ ആ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞ ഒരു സംഭവമുണ്ട്. സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ടും തൂക്കുമരം പൂമാല പോലെ സ്വീകരിച്ച മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വത്തിന്റെ കാർമ്മികത്വം വഹിച്ച അബൂ സുഫിയാൻ പറഞ്ഞ വാക്കാണത്. എപ്പോഴാ പറഞ്ഞത്? മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു താരിഖ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു ദസ്ന റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആസിം റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരു 11 അംഗ സംഘം മക്കയുടെ അടുത്തുള്ള വസ്ഫാൻ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു വിഭാഗം ആളുകൾ അവർ പ്രത്യക്ഷത്തിൽ മുസ്ലിമായിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് വന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന കുറെ ആളുകളുണ്ട്, അവർക്ക് നിസ്കാരം അറിഞ്ഞുകൂടാ, ഖുർആനോത്ത് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് അവർക്ക് ഖുർആനും ഇസ്ലാമിനെ സംബന്ധിച്ചും പഠിപ്പിച്ചു കൊടുക്കാൻ ആസിം അടക്കമുള്ള അവർ പ്രത്യേകം നേരത്തെ അവർ തയ്യാറാക്കിയ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അതിന് അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ആസിം റളിയല്ലാഹു അൻഹുവിനെ അവർ പറഞ്ഞിട്ടുണ്ട്, ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞിട്ടുണ്ട്. ഈ 2 ആളുകളായിരുന്നു ഇവരുടെ ലക്ഷ്യം. കാരണം എന്താ? ആസിം റളിയല്ലാഹു അൻഹുവും ഹുബൈബ് റളിയല്ലാഹു അൻഹുവും ഇവരെ വധിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ ആളുകളെ ബദ്ർ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി അവർ പ്രത്യക്ഷത്തിൽ മുസ്ലിമായിട്ട് ആസിം റളിയല്ലാഹു അൻഹു ഹുബൈബ് അടക്കമുള്ള 12ഓളം വരുന്ന ഒരു സംഘത്തെ ഞങ്ങളുടെ കൂടെ അയച്ചു തരണം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കൂടെ പറഞ്ഞയച്ചു കൊടുത്തു. അങ്ങനെയാണ് മക്കയുടെ അടുത്ത് ഇന്നും ആ പ്രദേശം ഖസ്ഫാൻ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ആ സ്ഥലത്തെത്തിയ സന്ദർഭത്തിൽ 200ഓളം വരുന്ന ആളുകൾ സർവ്വസജ്ജരായി, നേരത്തെ അവർ തയ്യാറാക്കിയതനുസരിച്ചുകൊണ്ട്, പ്ലാൻ ചെയ്തതനുസരിച്ചുകൊണ്ട് വാളും കുന്തവും സർവ്വസന്നാഹങ്ങളുമായി കൊണ്ട് വെറും 12ഓളം വരുന്ന ആളുകളുമായി യുദ്ധത്തിന് വേണ്ടി വന്ന ആ രംഗം. അവസാനം ആസിം റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബാക്കളൊക്കെ കീഴടങ്ങണമെന്ന് പറഞ്ഞു. ഒരിക്കലും കീഴടങ്ങാൻ തയ്യാറായില്ല. ആസിം റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് ആദ്യം രക്തസാക്ഷിയായ ആസിം റളിയല്ലാഹു അൻഹു അവസാനം ആ കൂട്ടത്തിൽ ബാക്കിയായ ചില സഹാബാക്കളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു. ഹുബൈബിന്റെ ചരിത്രം മനസ്സിലാക്കണേ. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ശത്രുക്കൾ എന്താ ചെയ്തത്? ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ മക്കയിലെ സൂക്കിൽ കൊണ്ടുപോയി വിറ്റു. ആരാ വാങ്ങിയത്? ഹാരിസിന്റെ മക്കൾ. എന്തിനാ വാങ്ങിയത്? ഹാരിസിനെ ബദർ യുദ്ധത്തിൽ കൊന്നത് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു തങ്ങളായിരുന്നു. വാപ്പാനെ കൊന്നതിനിക്ക് പകരം കൊല്ലാൻ, അതിന് പ്രതികാരം ചെയ്യാൻ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹാരിസിന്റെ മക്കള് മക്കയുടെ സൂക്കിൽ വെച്ചുകൊണ്ട് വലിയ വിലക്ക് വാങ്ങി. 3 മാസക്കാലം ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വീട്ടു തടങ്കലിൽ വെച്ചു. അവസാനം വധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ആ സംഘത്തിനിക്ക് നേതൃത്വം നൽകിയ 70ഓളം വരുന്ന ഖുറൈശികളിൽ പ്രമുഖനായിരുന്നു അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. 3 ദിവസക്കാലം തടങ്കലിൽ വെച്ച് അവസാനം തൂക്കിക്കൊല്ലാൻ വേണ്ടി ഹുബൈബിനെ വധിക്കാൻ വേണ്ടി ഹറമിന്റെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇന്ന് മക്കക്കടുത്തുള്ള ഉംറപ്പള്ളി മസ്ജിദ് ആയിഷ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പള്ളി നിന്ന സ്ഥലത്തായിരുന്നു ഹറമിന്റെ പുറത്ത് പ്രത്യേകമായ ഒരു ഈത്തപ്പന തടിമരം കൊല ചെയ്യാൻ വേണ്ടി അവർ ആ ഈത്തപ്പന തടിമരത്തിൽ കുറ്റവാളിയെ കയ്യും കാലും ഒക്കെ കെട്ടിയിട്ട് ബന്ധിപ്പിച്ചിട്ട് 4 ഭാഗവും നിന്നും അമ്പെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൊല്ലുന്ന സ്വഭാവമായിരുന്നു അറബികൾക്കുണ്ടായിരുന്നു. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ചില വാക്കുകൾ നോക്കൂ, നിങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അവസാന നിമിഷത്തിൽ ഹുബൈബിനോട് ചോദിച്ചു, എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെ വധിക്കാൻ വേണ്ടി പോവുകയാണ്. ഹാരിസിന്റെ മക്കളും മക്കയിലെ പ്രമുഖരും അതിന്റെ നേതൃത്വം നൽകിയ അബൂ സുഫിയാൻ അടക്കമുള്ള ഖുറൈശി പ്രമുഖർ. അബൂ സുഫിയാനാ ചോദിച്ചത്, ഹുബൈബ് അവസാനമായി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ദഅൂനി ഹത്ത അർക്കഅത്തെ, 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം തരുമോ നിങ്ങൾക്ക്? 2 റക്അത്ത് നിസ്കരിക്കാൻ മാത്രം സമയം, വേറൊന്നും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. സമയം കൊടുത്തു. എത്രയും പെട്ടെന്ന് വദൂ ചെയ്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് പുണ്യമദീനയിലേക്ക് തിരിഞ്ഞു നിന്ന് ഹബീബിനിക്ക് സലാം പറഞ്ഞ ആ സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് പറഞ്ഞു, ഹുബൈബ് റളിയല്ലാഹു അൻഹു മരിച്ച അതേ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുണ്യമദീനയിൽ വെച്ചുകൊണ്ട് ഹുബൈബ് സലാം പറയുന്നത് നബിയും ഞങ്ങളും കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുബൈബിനിക്ക് സലാം മടക്കി അതേ നിമിഷത്തിൽ. അതിങ്ങനെ പറഞ്ഞപ്പോ ഹുബൈബ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഖുറൈശികളോട് പറഞ്ഞു, ലൗലാ ഖുൽതും ഇന്നമാ ബി ജസിഉൽ ലദി തുസലാ, എനിക്ക് ഇനിയും കുറെ നിസ്കരിക്കാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ഇനിയും നിസ്കാരത്തെ നീട്ടിക്കൊണ്ടുപോയാൽ അത്രയും സമയം മരണത്തിൽ നിന്ന് ഒരാശ്വാസം കിട്ടാൻ വേണ്ടിയാണ് ഹുബൈബ് നിസ്കാരത്തെ നീട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിസ്കാരത്തെ നീട്ടിക്കൊണ്ടുപോകുമായിരുന്നു എന്ന് പറഞ്ഞ ഹുബൈബ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോഴാ അബൂ സുഫിയാൻ ഹുബൈബിനോട് ഒരു സ്നേഹം തോന്നിയെന്ന. എന്നിട്ട് അബൂ സുഫിയാനോട് പറഞ്ഞു, ഹുബൈബിനോട് പറഞ്ഞു, അബൂ സുഫിയാൻ, ഹുബൈബ് നിന്നെ വധിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയൊന്നും ഞങ്ങൾക്കില്ല, പക്ഷെ ഞാൻ ഹാരിസിന്റെ മക്കളുമായി ഒന്ന് സംസാരിക്കാം. നീ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചക്ക് നീ തയ്യാറാവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഹാരിസിന്റെ മക്കൾ കേൾക്കും, പക്ഷെ നീ അല്പം വിട്ടുവീഴ്ച ചെയ്യണം. നീ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാവുകയാണെങ്കിൽ ഹാരിസിന്റെ മക്കളുമായി ഞാൻ സംസാരിച്ചുകൊണ്ട് ഈ തൂക്കുമരത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞപ്പോ ഹുബൈബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഡിമാൻഡ് അബൂ സുഫിയാൻ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോ അബൂ സുഫിയാൻ പറഞ്ഞു, ഹുബൈബിന്റെ മക്കളുമായി സംസാരിച്ചു, ഞങ്ങൾക്ക് ഹുബൈബിനോടൊന്നുമില്ല, ഇതിന്റെ ഒക്കെ കാരണക്കാരൻ മുഹമ്മദാണ്, ഇവരൊക്കെ നിരപരാധികളാണ്,
മുഹമ്മദിന്റെ പ്രകോപനങ്ങളും പ്രലോഭനങ്ങളും കേട്ടുകൊണ്ട് അതിൽ കുടുങ്ങിപ്പോയവരാണ് ഈ പാവം ആളുകള്. അതുകൊണ്ട് ഖുബൈബിനിക്ക് പകരം മുഹമ്മദിനെ ഈ തൂക്കുമരത്തിൽ വെച്ചുകൊണ്ട് വധിക്കുന്നത് ഇഷ്ടമാണ് എന്ന് നാവുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഓ ഹുബൈബ്, നിനക്ക് ഞങ്ങൾ മോചനം നൽകാമെന്ന് പറഞ്ഞപ്പോ അതുവരെ ശാന്തനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു പൊട്ടിത്തെറിച്ചു എന്നാ ചരിത്രം പറയുന്നത്. അതുവരെ ശാന്തനായി കണ്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു അവിടെന്ന് പറഞ്ഞു, മാ യസുറുനി അൻ യദ്ഖുല ശൗഖത്തുൻ തുദീഹി ഫീ റിജ്ലി ഹബീബി റസൂലില്ലാഹ്. നിങ്ങൾ എന്താണ് എന്റെ ഹബീബിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത്? എന്റെ ഹബീബിനെ ഈ തൂക്കുമരത്തിൽ വെച്ചുകൊണ്ട് വധിക്കുന്നത് പോയിട്ട് എന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എന്നെ വേദനിപ്പിക്കും, ഞാൻ അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൂക്കുമരം പൂമാല പോലെ സ്വീകരിച്ച് ഫദിൽ അർശി സബ്ബിറിനി അലാ മാ യുറാദു ബി ഇലല്ലാഹി അഷ്കൂ ഖുർബതി ബഅദ ഖുർബതി വമാ ബിഹി ദാറുൽ മൗതി ഇന്നി ലമയ്യിതുൻ വഇന്നാ ഇലാ റബ്ബി ഇയാബി വമർജിദി വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമ അലാ അയ്യി ശിഖ്ഇൻ കാന ലില്ലാഹി മസ്റദി. അതിന്റെ അർത്ഥങ്ങളൊക്കെ നമുക്കറിയാം. ഫദിൽ അർശി സബ്ബിർനി അലാ മാ യുറാദു ബി ഇലല്ലാഹി അഷ്കൂ ഖുർബതി ബഅദ ഖുർബതി. എന്റെ ബുദ്ധിമുട്ടും എന്റെ പ്രയാസവും എന്റെ ഏകാന്തതയും, ഞാനല്ലാതെ ഇവിടെ ഒരൊറ്റ മുസ്ലിമുമില്ല, എന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും മുഴുവനും പടച്ച റബ്ബേ ഞാനിതാ നിന്നിലേക്ക് അർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ മലക്കുകൾ ജനാസ മറവ് ചെയ്ത ഒരു സ്വഹാബിയുണ്ട്. ആരാണത്? ഖുബൈബ് റളിയല്ലാഹു അൻഹു. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ മലക്കുകളാണ് മറവ് ചെയ്തത് എന്ന് ചരിത്രം പറയുന്നത്. മലക്കുകൾ മയ്യത്ത് കുളിപ്പിച്ച സ്വഹാബിയുണ്ട്, മഹാനായ ഹൻദല റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ നമ്മൾ കാണാൻ കഴിയും. ആ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്ക് ഇങ്ങനെ കേട്ടപ്പോഴാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കള് അബൂ സുഫിയാൻ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ ആ ഈത്തപ്പന തടിമരത്തിൽ വരിഞ്ഞു കെട്ടി 4 ഭാഗത്തിൽ നിന്നും അദ്ദേഹത്തെ അമ്പെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് തുരുതുര അമ്പുകൾ വന്നു വീടുമ്പോൾ അദ്ദേഹം റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞു. ആ സമയത്ത് അതിനിക്ക് സാക്ഷ്യം വഹിച്ച അബൂ സുഫിയാൻ പറഞ്ഞ വാക്കുകളാണത്. മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് അബൂ സുഫിയാൻ മദീനയിൽ അന്ന് മക്കായിലെ നയതന്ത്രജ്ഞനാണ്. മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ അറേബ്യയെ പ്രതിനിധീകരിച്ചു കൊണ്ടുപോകുന്ന നയതന്ത്രജ്ഞനാണ്. വിദേശകാര്യ പ്രതിനിധിയായിക്കൊണ്ട് മക്കക്കാര് മറ്റ് രാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കാറുള്ള പ്രമുഖരിൽ ഒരാളാണ് അബൂ സുഫിയാൻ. അബൂ സുഫിയാനാ പറഞ്ഞത്, ഞാൻ ഒരുപാട് രാഷ്ട്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, നജാശി അതുപോലെ തന്നെ പേർഷ്യയും റോമും ഒക്കെ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെയൊക്കെയുള്ള അനുയായികൾ അവരുടെയുള്ള നേതാക്കന്മാരോട് പെരുമാറുന്നതൊക്കെ നേരിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ലോകത്ത് ഒരനുയായിയും നേതാവിനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനോടുള്ള മഹബത്തും ഇഷ്കും സ്നേഹവും അതിനേക്കുള്ള മാർഗം തന്നെ. ഒരുപാട് കാര്യങ്ങൾ വിഷയം പറയണമെന്ന് വെച്ചു, പക്ഷെ സമയം വളരെ കുറവാണ്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവരോടുള്ള മഹബത്തിന്റെ ഇഷ്കിന്റെ സ്നേഹത്തിന്റെ ഭാഗമായി അവിടത്തോടുള്ള സ്നേഹം സ്വഹാബത്ത് അങ്ങോട്ട് സ്നേഹം കൊടുത്ത് ഇങ്ങോട്ട് സ്നേഹം തിരിച്ചു വാങ്ങാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങൾ മുഴുവനും ബഹുമാനപ്പെട്ട സ്വഹാബാക്കിറാം സ്വീകരിച്ചു. നിങ്ങൾക്കറിയുമോ, അതിൽപ്പെട്ട ഏറ്റവും നല്ല മാർഗമാണ് സ്വലാത്ത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം തുഖനി അനിശൈഖിൽ മുറബ്ബി വസബബ് മാഹബ്ബത്തുർ റസൂലി മല്ലഹുൻ തസബ്. തുഖനി അനിശൈഖിൽ മുറബ്ബി, ഒരു മുറബ്ബിയായ ഷൈഖിന്റെ സ്ഥാനമാണ് സ്വലാത്തിനുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹൃദയത്തിൽ ഒരു ആശിഖിന്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്കുണ്ടാവാൻ ഏറ്റവും നല്ല ഒറ്റമൂലിക സ്വലാത്താണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, എന്റെ സമയം എത്രയോ? 20 മിനിറ്റ് സമയം. നിങ്ങൾക്കറിയുമോ, സ്വലാത്ത് ചൊല്ലിയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ഒരു ആശിഖ് നബിനെ വല്ലാതെ സ്നേഹിച്ചു.
പക്ഷേ പുണ്യ മദീനയിലേക്ക് കടക്കാൻ കഴിയാതെ തിരിച്ചു പോന്ന ആഷിഖ്. ആരാ ആഷിഖ്? റഈസുൽ ഉശ്ശാഖീൻ, അഫ്സഹുൽ മദ്ദാഹീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് പദ്യം രചിച്ച ഇമാം ബൂസൂലിയെ പോലത്തെ വലിയ ഒരു ഷായിറാണ് അബൂബക്കർ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. റഈസുൽ ഉശ്ശാഖീൻ എന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ചരിത്രം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വലാത്ത് ചൊല്ലിയിട്ട് ജീവിതത്തിൽ ഉടനീളം സ്വലാത്ത് ചൊല്ലി സ്നേഹിച്ച് അവിടത്തോടുള്ള സ്നേഹം ഏറ്റുവാങ്ങി അവസാനം റൗള ഷരീഫ് സന്ദർശിക്കാൻ പോയി. അവസാനം അല്ലാഹു റസൂൽ പറഞ്ഞു, ഇജ്ജിങ്ങട്ട് വരണ്ട, തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞ് റൗള ഷരീഫ് സന്ദർശിക്കാൻ കഴിയാതെ തിരിച്ചു പോന്ന ഒരു ആഷിഖ്. ആരാണത്? ബഗ്ദാദ്കാരനായ ബഹുമാനപ്പെട്ട അബൂബക്കർ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. വകാന ശാഫിഇയ്യൻ നല്ലാറൻ ഫഖീഹൻ വാഇദൻ ഇസ്മുഹു അബൂബക്കറുൽ ബഗ്ദാദി അൽ മുതവഫ. ഹിജറ 662 വഫാത്തായ ബഹുമാനപ്പെട്ട അബൂബക്കർ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. അദ്ദേഹം വല്ലാതെ നബിനെ സ്നേഹിച്ച ചരിത്രകാരന്മാർ പോലും റഈസുൽ ആഷിഖീൻ, ആഷിഖീങ്ങളുടെ റഈസ് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ മഹാൻ. അദ്ദേഹത്തിന്റെ നാട് ബഗ്ദാദ്കാരനാണ്. അദ്ദേഹം റൗള ഷരീഫ് സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. വലിയ പൈസക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ കാരക്കത്തോട്ടം വിറ്റിട്ട് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. മദീനയുടെ ബൗണ്ടറിയിൽ എത്തിയ സമയത്ത് അദ്ദേഹത്തെ മദീന ചെക്ക് പോസ്റ്റിലുള്ള പോലീസുകാർ അദ്ദേഹത്തെ പിടിച്ച് ചോദ്യം ചെയ്തു. നിങ്ങൾ ആരാന്ന് ചോദിച്ചു. എൻ്റെ പേര് അബൂബക്കറാണ്. എവിടെന്നാ വരുന്നത്? ഞാൻ ബഗ്ദാദിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം ശരിക്ക് ചോദ്യം ചെയ്ത് അവസാനം പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങോട്ട് കടക്കാനുള്ള പെർമിഷനില്ല, തിരിച്ചു പോകണം. തിരിച്ചു പോരാണ് അദ്ദേഹം. എത്ര പ്രാവശ്യം? 18 പ്രാവശ്യം അദ്ദേഹം തിരിച്ചു പോന്നു. അദ്ദേഹത്തിന് ബഗ്ദാദിൽ ഉണ്ടായിരുന്ന 18 കാരക്കത്തോട്ടങ്ങളും വിറ്റുകൊണ്ട് റൗള ഷരീഫ് സന്ദർശിക്കാൻ ചെന്ന അബൂബക്കറിനെ 18 പ്രാവശ്യവും പുണ്യ മദീനയിലെ ഉദ്യോഗസ്ഥന്മാര് തിരിച്ചയക്കുകയാണ്. അവസാനം അദ്ദേഹത്തിന് ഒരൊറ്റ കാരക്കത്തോട്ടം മാത്രമാണ് ബാക്കിയുള്ളത്. ആ കാരക്കത്തോട്ടം കൂടി വിറ്റുകൊണ്ട് ഒരു ശ്രമം കൂടി നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാണ് ബഗ്ദാദിൽ നിന്നും പുണ്യ മദീനയിലേക്ക് ഒട്ടകപ്പുറത്ത് വറകുമായി വരുന്ന കാഫില സംഘങ്ങളുണ്ട്. അവരെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ പുണ്യ മദീനയിൽ എത്തിച്ചു തന്നാൽ ഞാൻ നിങ്ങൾക്ക് പറയുന്ന സംഖ്യ ഞാൻ തരാം. അതിനെന്താ മാർഗം? അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഒട്ടകപ്പുറത്ത് കയറിയിരിക്കാം. എന്റെ ഇടത്തും വലത്തും എന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വറക് കെട്ടുകൾ വെച്ചിട്ട് വളരെ ഭദ്രമായി കെട്ടി പോകുന്ന ആൾക്ക് ചെക്ക് പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് വറകുമായി പോകുന്ന ഒരു ഒട്ടക സംഘമാണ് എന്ന് തോന്നുന്ന രീതിയിൽ ഞാൻ ഒട്ടകത്തിന്റെ പുറത്തിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അബൂബക്കർ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്തിരിക്കുന്നു. ആ കാഫിലയുടെ ഉടമ അദ്ദേഹത്തിന്റെ ഇടത്തും വലത്തും ഒക്കെ വളരെ ഭദ്രമായി വറകുകൾ വെച്ച് കെട്ടിയിട്ട് പുണ്യ മദീനയിലേക്ക് ഇങ്ങനെ പോകുകയാണ്. ആ മദീനയിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇഷ്ക് കാരണം ഞാൻ ചെക്ക് പോസ്റ്റിന്റെ ഉദ്യോഗസ്ഥരെ കണ്ണുപൊട്ടിച്ചുകൊണ്ടാണ് പുണ്യ മദീനയിലേക്ക് പോകുന്നത് എന്നുള്ള പരിസരം പോലും മറന്നുകൊണ്ട് അദ്ദേഹം ആ ഒട്ടകക്കെട്ടിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഇങ്ങനെ പുണ്യ നബിയുടെ മേൽ ഇങ്ങനെ സലാത്ത് ചെല്ലാൻ തുടങ്ങി. അങ്ങനെ സലാത്തും ചൊല്ലിയിട്ട് പുണ്യ മദീന ഇങ്ങനെ കടക്കാറായ സമയത്ത് പോലീസുകാരൻ തിരിച്ചു വിളിക്കുകയാണ് ഈ ഒട്ടകസംഘത്തെ തിരിച്ചു വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഓ മനുഷ്യ, എന്താണ് നിങ്ങളുടെ ഒട്ടകത്തിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്? അങ്ങനെ പോലീസുകാരൻ തിരിച്ചു വിളിച്ച് വിറകൊക്കെ മാറ്റി നോക്കുന്ന സമയത്ത് 18 പ്രാവശ്യവും റൗള ഷരീഫിലേക്ക് കടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയച്ച അബൂബക്കർ എന്ന ബഗ്ദാദ്കാരൻ ചെക്ക് പോസ്റ്റിലെ പോലീസുകാരെ വെട്ടിച്ചുകൊണ്ട് വീണ്ടും പുണ്യ മദീനയിലേക്ക് കടക്കാനുള്ള ശ്രമമാണ്. വീണ്ടും അദ്ദേഹത്തെ പുണ്യ മദീനയിൽ നിന്ന് തിരിച്ചയക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പുണ്യ മദീന സന്ദർശിക്കാൻ കഴിയാതെ തിരിച്ചു പോരുന്ന സമയത്ത് അദ്ദേഹം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് ഒരു ഖസീദ രചിച്ചു. ഖസീദത്തുൽ ബിത്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചരിത്രം. ഓരോ 21 പദ്യങ്ങൾ, അലിഫ് കൊണ്ട് തുടങ്ങുന്ന പദ്യം അലിഫ് കൊണ്ട് തുടങ്ങുന്നു. ഇതിലുടനീളം അദ്ദേഹത്തിന്റെ ആ പ്രയാസം നോക്കൂ നിങ്ങൾ. ഇതിലുടനീളം അദ്ദേഹം പറയാണ്, എന്തേ ഇപ്പൊ റൗള ഷരീഫ് സന്ദർശിക്കാൻ കഴിയാതെ എനിക്ക് തിരിച്ചു പോകേണ്ടി വന്നത്? യസൂറു റസൂലല്ലാഹി മൻ ഖഫ ബിസ്റുഹു വബിസ്രി സഖീലും മാ ഉതിഖു ബിഹി മശിയാ. യസൂറു റസൂലല്ലാഹി മൻ ഖഫ ബിസ്റുഹു. തെറ്റുകുറ്റങ്ങളില്ലാത്ത ആൾക്കാരൊക്കെ റൗള ഷരീഫ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും റൗള ഷരീഫ് സന്ദർശിച്ച് സായുജ്യമടഞ്ഞുകൊണ്ട് തിരിച്ചു വരുമ്പോൾ
വബിസിരി സഖീലും മാ ഉതീഖു ബിഹി മശിയ. ഞാൻ ചെയ്ത തെറ്റിന്റെ ആധിക്യമാണോ നബിയെ പുണ്യ മദീനയിലേക്ക് കടക്കാൻ കഴിയാതെ എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നത് നബിയെ? യുഹയ്യീദുനി ഇസ്ഖീ ലിഖബ്രി മുഹമ്മദി വയുഖീദുനി ദംബി വൈതിയാനിൽ ബഗിയാ. നബിയെ അങ്ങയോടുള്ള ഇഷ്കാണല്ലോ. യുഹയ്യീദുനി ഇസ്ഖീ ലിഖബ്രി മുഹമ്മദി. പുണ്യ നബിയെ, അങ്ങയെ കാണാൻ, അങ്ങയുടെ റൗളാ ഷരീഫ് സന്ദർശിക്കാൻ ബഗ്ദാദിൽ നിന്നും എന്നെ ഇറക്കി തിരിച്ചത് അങ്ങയോടുള്ള ഇഷ്കാണല്ല നബിയെ. വയുഖീദുനി ദംബി വൈതിയാനിൽ ബഗിയാ. ഞാൻ ചെയ്ത തെറ്റുകളുടെ ആധിക്യമല്ലേ നബിയെ റൗളാ ഷരീഫ് സന്ദർശിക്കാൻ കഴിയാതെ എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നത്. ആ പദ്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ആ മനോഹരമായ പദ്യങ്ങൾ അതിന്റെ ആദ്യം മുതൽ ഇതിന്റെ 19ാമത്തെ വാല്യത്തിലുണ്ട്. അദ്ദേഹം പറയുന്ന ചില വാചകങ്ങൾ നോക്കൂ നിങ്ങൾ. ഷിഫാ കുല്ലു ആസിൻ ഫീ യദൈക വ ഇന്നനി മരീദും മിനൽ ഇസ്യാനി മുൻതസിഉൽ അശ്അ ശഫല്ലാഹു അംറാലി ബിദർവതി അർളികും വയസരി അൽ ബാരി ബിതഖബീലിഹി മശിയാ. എല്ലാ രോഗത്തിനുമുള്ള ചികിത്സ നബിയെ തങ്ങളുടെ കയ്യിലല്ലേ ഉള്ളത്. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഈ പദ്യയുടെ ഇടക്കിടക്ക് ഇങ്ങനെ റൗളാ ഷരീഫ് സന്ദർശിക്കാൻ കഴിയാത്തിലുള്ള ആ വിഷമവും പ്രയാസവും ഇങ്ങനെ പറഞ്ഞിട്ട് മദീഹുക ദുഖരി സുമ്മ സാദി ബഉദ്ദതി ലിയൗമിൻ ബിഹി യഖഫുൽ ഹബീബ ഹമീമു റിയാഹസ് സ്വബാഹു ബി ലിഖബ്രി മുഹമ്മദി വബുസ്സി അലയ്യ തീബ മിൻ ദാലികൽ ഖബ്രി. ഇത് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പദ്യശകലം അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. നബിനെ സംബന്ധിച്ചുള്ള ആ മദ്ഹൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന ആ വാക്കുകൾ, പുണ്യമദീന സന്ദർശിക്കാൻ കഴിയാതെ തിരിച്ച് ഇജാസിന്റെ മലമേടുകൾ താണ്ടിക്കടന്നുകൊണ്ട് ബഗ്ദാദിലേക്ക് നടന്നകലുമ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് രചിച്ച ഖസീദയാണ് ഖസീദത്തുൽ വിത്രിയ എന്ന് പറയുന്ന ഈ പദ്യാശകൻ. അതിന്റെ അവസാന ഭാഗം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? റൗളാ ഷരീഫ് സന്ദർശിക്കാൻ കഴിയാത്ത തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം പറയാണ്, കാറ്റുകളെ വിളിച്ചിട്ട് പറയാണ്, പുണ്യ മദീനയിലേക്ക് അടിച്ചു വീശുന്ന കാറ്റുകൾ വിളിച്ചിട്ട് അദ്ദേഹം പറയാം, ഓ കാറ്റുകളെ, നിങ്ങളൊന്ന് പുണ്യ മദീനയുടെ സുഗന്ധങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് എന്റെ ശരീരത്തിലേക്കൊന്ന് അടിച്ചു വീശു. അതുകൊണ്ടെങ്കിലും ഈ അബൂബക്കർ നാളെ പരലോകത്ത് രക്ഷപ്പെട്ടു പോയെങ്കിൽ. എന്താ ഇതിന്റെ കാരണം? ഇത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ഒരു ആശിക്കിനിക്ക് പുണ്യ മദീനയിലേക്ക് കടക്കാൻ കഴിയാതെ 18 പ്രാവശ്യം, അതല്ല 19 പ്രാവശ്യവും തിരിച്ചു പോരേണ്ടി വന്നതെന്താ? അതിനൊരു കാരണമുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് ഹൃദയത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ മഹബ്ബത്ത് ഉണ്ടാക്കി തീർത്ത ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് അബൂബക്കറുൽ ബഗ്ദാദി തങ്ങളെങ്ങാനും പുണ്യ മദീനയിൽ വന്നിട്ട് ഹബീബായ നബിന്റെ റൗളയുടെ മുന്നിൽ വന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നൊന്ന് സലാം പറഞ്ഞാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുണ്യ മദീനയിൽ നിന്ന് ഇറങ്ങി വന്ന് അബൂബക്കറിന്റെ കൈ പിടിച്ച് സ്വീകരിച്ച് ആനയിക്കാൻ മാത്രം നബിയുമായി ബന്ധം സ്ഥാപിച്ചു. അതിലേക്കുള്ള സമയമായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള സമയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ മദീനയിലുള്ള നിവാസികൾക്ക്, മദീന ഭരണാധികാരികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിലൂടെ അറിയിച്ചു, ഇതാ എന്നെ സന്ദർശിക്കാൻ വേണ്ടി അബൂബക്കർ എന്ന് പറയുന്ന ഒരാള് ബഗ്ദാദിൽ നിന്ന് വരുന്നുണ്ട്, അദ്ദേഹത്തെ നിങ്ങൾ ഇങ്ങോട്ട് കടക്കാൻ അനുവദിക്കരുത്. നോക്കൂ നിങ്ങൾ, അസ്സലാമു അലൈക സൈനൽ അംബിയായി എന്ന് പുണ്യ മദീനയിൽ ചെന്നുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറഞ്ഞപ്പോ അസ്സലാമു അലൈക സൈനസ് സ്വാലിഹീന എന്ന് സലാം അടക്കി ഒരു മഹാനുണ്ട്. ആരാണ് ആ മഹാൻ? സൈനൽ അംബിയ. നമ്മളൊക്കെ മങ്കൂസ് മൗലൂദിന്റെ പ്രാരംഭത്തിൽ അസ്സലാം, എത്ര സലാത്ത് നമ്മൾ ചൊല്ലി, അസ്സലാമു അലൈക സൈനൽ അംബിയായി, അംബിയാക്കളുടെ അലങ്കാരമേ എന്ന് വിളിച്ചുകൊണ്ട് ഹബീബായ നബിക്ക് സലാം പറഞ്ഞപ്പോ അസ്സലാമു അലൈക സൈനസ് സ്വാലിഹീന
ഞാൻ അമ്പിയാക്കളുടെ അലങ്കാരമാണെങ്കിൽ സജ്ജനങ്ങളുടെ അലങ്കാരം നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള സലാം അടക്കി എന്ന് മാത്രമല്ല, അന്ന് പുണ്യ മദീനയിൽ അതിന്റെ സാക്ഷ്യം വഹിച്ച നിരവധി ആശിക്കീങ്ങൾ ആ സംഭവം പറയുന്നുണ്ട്. നാം മനസ്സിലാക്കണം, ആരാണ് ആ മഹാനെന്ന് അറിയുമോ? ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദുൽ ജസൂലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. ആരാ ജസൂലി? നമ്മുടെ വെള്ളിയാഴ്ച നമ്മളെ പള്ളികളിലൊക്കെ ഓതുന്ന അൽ കഹ്ഫ് സൂറത്തിന്റെ കൂടെ പ്രിന്റ് ചെയ്യപ്പെട്ട ഒരു പ്രത്യേകമായ ഒരു സലാത്തുണ്ട്. ആ സലാത്തിന്റെ നായകനാരാ? ദലായിലുൽ ഖൈറാത്തിന്റെ മുസന്നിഫ്. ദലായിലുൽ ഖൈറാത്തിലുള്ള സലാത്തല്ലേ വെള്ളിയാഴ്ച അൽ കഹ്ഫിന്റെ കൂടെ പ്രിന്റ് ചെയ്യപ്പെട്ട സലാത്ത്. വളരെ പ്രധാനപ്പെട്ട ഒരു സലാത്ത്. ആ സലാത്ത് അദ്ദേഹം രചിക്കാൻ ഒരു കാരണമുണ്ട്. ഇമാം ജസൂലി വലിയ മഹാനാണ് അദ്ദേഹം 608 ജനിക്കുന്നത്. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ ളുഹർ നിസ്കാരത്തിനു വേണ്ടി ഒതുവെടുക്കാൻ വേണ്ടി ഒരു പ്രദേശത്ത് ചെന്നു. ഒതുവെടുക്കാനുള്ള വെള്ളമില്ല. അദ്ദേഹം കിണറ്റിലേക്കും പരിസരത്തേക്കൊക്കെ ഇങ്ങനെ നോക്കിയതാണ്. ആ സമയത്ത് ഒതുവെടുക്കാൻ ആ കിണറ്റിൽ തീരെ വെള്ളമില്ല. ഇത് അങ്ങ് അകലെ നിന്നും ഒരു സിബിയത്തുൻ, ഒരു പെൺകുട്ടി കാണുകയാണ്. ഈ പെൺകുട്ടി ഇതൊക്കെ ദൂരെ നിന്നും ഇങ്ങനെ വീക്ഷിച്ചിട്ട് ജസൂലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ ചോദിച്ചു, മഹാദിഹിൽ ഹൈബ, നിങ്ങൾ എന്താ ഈ ബേജാറാകുന്നത്? അപ്പൊ ഈ കുട്ടിയോട് പറഞ്ഞു, ഒന്നുമല്ല, ഞാനിങ്ങനെ നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്, ഒതുവെടുക്കാൻ ഇവിടെ കിണറ്റിൽ വെള്ളമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ വെള്ളം അന്വേഷിച്ചുകൊണ്ട് ഈ കിണറ്റിൽ വെള്ളം ഉണ്ടോ എന്നിങ്ങനെ പാളി നോക്കുകയാണെന്ന് പറഞ്ഞു. ആ സമയത്താണ് ആ പെൺകുട്ടി സുബിയത്തുൻ, ഒരു ചെറിയ പെൺകുട്ടി, ആ പെൺകുട്ടി എന്തോ ചൊല്ലിയിട്ട് ആ കിണറ്റിലേക്ക് തുപ്പിയെന്ന് ചരിത്രം പറയുന്നു. തുപ്പേണ്ടുന്ന താമസം ആ കിണറ്റിൽ നിന്നും വെള്ളം ഇങ്ങനെ അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. അങ്ങനെ ഇമാം ജസൂലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് ആ കിണറ്റിൽ നിന്ന് വുളൂ ചെയ്ത് ഈ പെൺകുട്ടി ഇങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് ആ പെൺകുട്ടിയെ തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചു, ഓ മോളെ, ഈ വെള്ളമില്ലാത്ത കിണറ്റിൽ പ്രിയപ്പെട്ട മോള് എന്തോ ഒന്ന് പറഞ്ഞിട്ട് ഈ കിണറ്റിലേക്കൊന്ന് തുപ്പിയപ്പോ വെള്ളമില്ലാത്ത ഈ കിണറ്റിൽ ഇത്രമാത്രം ജലപ്രവാഹമുണ്ടാകാൻ മാത്രം ഓ പ്രിയപ്പെട്ട പെൺകുട്ടി നീ ചെയ്ത പുണ്യകർമ്മം എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ബിസ്വലാത്തി അലൻ നബിയ്യിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നിരന്തരമായി സ്വലാത്തിന്റെ മഹത്താണ് കണ്ടത്. അവിടെ നിന്നല്ലേ ഇമാം ജസൂലി തീരുമാനിച്ചത്. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ എല്ലാ ദിവസവും ഓരോ ദിവസവും ചെല്ലേണ്ടുന്ന പ്രത്യേകമായ സ്വലാത്തുകൾ ക്രോഡീകരിക്കണം. അങ്ങനെയാണ് ദലായിലുൽ ഖൈറാത്ത്, ഖൈറിന്റെ വഴികാട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന 100ഓളം വരുന്ന ശാരിഹീങ്ങൾ ശറഹീദിക ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന സലാത്തിന്റെ ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഇമാം ജസൂലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ രചിക്കുന്നത്. അങ്ങനെ ആ സലാത്ത് രചിച്ചിട്ട് 3 വർഷക്കാലം പുണ്യ മദീനയിൽ ഹബീബിന്റെ ചാരത്ത് കഴിച്ചുകൂട്ടി. ദലായിലുൽ ഖൈറാത്ത് ഇങ്ങനെ ചെല്ലിയിട്ട് 3 വർഷക്കാലം പുണ്യ മദീനയുടെ ചാരത്ത് കടിച്ചുകൂട്ടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സമ്മതം വാങ്ങി അവസാനം തിരിച്ചു പോരുമ്പോ അദ്ദേഹം ചെല്ലിയ ഈരടികളാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, എന്റെ സമയം തീരാറായിരിക്കുന്നു എന്ന് എനിക്കറിയാം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചെന്നുകൊണ്ട് അദ്ദേഹം സമ്മതം വാങ്ങുകയാണ്. 3 വർഷക്കാലം പുണ്യമദീനയിൽ നബിന്റെ ചാരത്ത് താമസിച്ച് ദലായിലുൽ ഖൈറാത്ത് ചൊല്ലി അവസാനം നബിനോട് സമ്മതം വാങ്ങി ഇത് ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കുമ്പോ അദ്ദേഹം അവസാനമായി അഖാമൽ ഇമാമുൽ ജസൂലി ബിൽ മദീനത്തിൽ മുനവ്വറ അലാ സാകിനിഹാ അസ്സലാത്തു വസ്സലാം ثلاث سنوات أكف فيها على قراءة كتابه دلائل الخيرات. في تلك الفترة خلع عليه النبي صلى الله عليه وسلم زين الصالحين. 3 വർഷക്കാലം ദലായിലുൽ ഖൈറാത്ത് ഓതിയിട്ട് പുണ്യ മദീനയിൽ താമസിച്ച് അവസാനം നാട്ടിലേക്ക് തിരിക്കുമ്പോ നബിനോട് വന്നുകൊണ്ട് സലാം പറയാണ്, നബിയെ ഞാൻ പോവുകയാണ് നാട്ടിലേക്ക്. അസ്സലാമു അലൈക സൈനൽ അംബിയായി എന്ന് സലാം പറഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ച് അസ്സലാമു അലൈക സൈനസ് സ്വാലിഹീന, ഞാൻ അമ്പിയാക്കളുടെ അലങ്കാരമാണെങ്കിൽ ഓ ജസൂലി നിങ്ങൾ സജ്ജനങ്ങളുടെ അലങ്കാരമാണ് എന്ന് സലാമടക്കുകയാണ്. അങ്ങനെ അവസാനം അദ്ദേഹം തിരിച്ചു പോരുമ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നാവുകമായി പറഞ്ഞ ആ പദ്യം ഹബീബായ നബിന്റെ റൗളയുടെ ചാരത്തിരുന്നു കൊണ്ട് അദ്ദേഹം പുണ്യ നബിയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അദ്ദേഹം കണ്ണീർ കണങ്ങൾ വീത്തിക്കൊണ്ട് അദ്ദേഹം ചൊല്ലിയ ഈരടികളാണ്. യാ റഹ്മത്തല്ലാഹി ഇന്നി ഖായിഫുൻ വജിലുൻ യാ നിഅമത്തല്ലാഹി ഇന്നി മുഫ്ലിസുൻ നാനി وليس لي أمل نلقى العلم به سوى محبتك العظمى وإيماني
فكن أماني من شر الحياة ومن شر الممات ومن إهراق جثماني فكن إناي الذي ما بعده فلس فكن فكاكي من أغلال إسرياني. എത്ര മനോഹരമായ പദ്യം. യാ റഹ്മത്തല്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തായി പടച്ച റബ്ബ് നിയോഗിച്ച നബിയെ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിലേക്ക് മുഴുക്കെ റഹ്മത്ത് ചെയ്യാൻ വേണ്ടി പടച്ച റബ്ബ് നിയോഗിച്ച റഹ്മത്തായിട്ടുള്ള പുണ്യ നബിയെ, ഇന്നി ഖായിഫുൻ വജിലുൻ, ഞാൻ വളരെ പേടിയിലാണ് നബിയെ, ഞാൻ വളരെ ആശങ്കയിലാണ് നബിയെ. യാ നിഅമത്തല്ലാ, അല്ലാഹുവിന്റെ നിഅമത്തായി ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂല, ഈ മുസ്ലിം ഉമ്മത്തിനിക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നിഅമത്തായിട്ടുള്ള നബിയെ, ഇന്നി മുഫ്ലിസുൻ, ഞാൻ ഒന്നുമില്ലാത്ത പാവപ്പെട്ടവനാണ്. ആനി, ഞാൻ ദരിദ്രനാണ്, ഒന്നുമില്ലാത്തവനാണ്, ഞാൻ വളരെ ആശങ്കയിലാണ്, ഞാൻ വളരെ പേടിയിലാണ് നബിയെ. പടച്ച റബ്ബിന്റെ അരികിലേക്ക് പോരാൻ എന്റെ അടുക്കൽ ഒന്നുമില്ല. വലൈസലി അമലുൻ, ഒരു അമലും എന്റെ കയ്യിലില്ല നബിയെ. സീവാ മഹബ്ബതികൽ ഉളുമാവ ഉളുമാവ അങ്ങയോടുള്ള മഹബത്തല്ലാതെ പടച്ച റബ്ബിനെ സമീപിക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല നബിയെ. അതുകൊണ്ട് മിൻ ശർറിൽ ഹയാതി വമിൻ ശർറിൽ മമാതി വമിൻ ഇഹ്റാഖി ജുസ്മാനി, നാളെ നരകാഗ്നിയിൽ നിന്നും ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ ഷർറുകളിൽ നിന്നും തങ്ങൾ എനിക്ക് അഭയം നൽകണം. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ട് ബന്ധസ്ഥനായി പോയ എന്റെ ഈ കുടുക്ക് ചങ്ങലകൾ ഒന്നൊന്ന് അടിച്ചു മാറ്റണമെന്ന് പറഞ്ഞ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തിൽ നിന്നും വന്ന ബഹുമാനപ്പെട്ട ഇമാം ജസൂലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തും ഇഷ്കും ആ ബന്ധവും മാത്രമാണ് വലിയ വലിയ മഹാന്മാര് വരെയും നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗമായി സ്വീകരിച്ചത് എങ്കിൽ ആ മുത്തുനബി തന്നെയാണ് നമുക്ക് വേണ്ടി ജീവിച്ച, മരിക്കുന്ന സന്ദർഭത്തിൽ പോലും നമുക്ക് വേണ്ടി ജീവിച്ച നാളെ പരലോകത്തും യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും ശൈനുൻ യുഗ്നി. സ്വന്തം രക്തബന്ധമുള്ള വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും കൂട്ടുകുടുംബങ്ങളും മുഴുവനും നാളെ പരലോകത്ത് ഓടി രക്ഷപ്പെടുന്ന സന്ദർഭത്തിൽ അന അഹ്ലല്ലഹാ അന അഹ്ലല്ലഹാ യൗമ യദുറു ആദമും വ അംബിയാ നഫ്സി 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 നഫ്സിയ യൗമ യദുറു ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തിയാ ഉമ്മത്തിയാ ഖൗമിയാ. നാളെ മഹ്ശറയിൽ ആദം നബി അലൈഹിസ്സലാം അടക്കമുള്ള സർവ്വ പ്രവാചകന്മാരെയും മാറി മാറി സമീപിച്ച് അവരെല്ലാവരും ഞങ്ങൾക്കാർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ ഒഴിഞ്ഞു മാറുമ്പോൾ ആ സ്ഥാനത്ത് നമ്മുടെ സഹായിക്കാനുള്ളത് യൗമ യദുറു ആദമും വ അംബിയാ നഫ്സി 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 നഫ്സിയ യൗമ യദുറു ഖൈറു ഖൽഖിൽ അംബിയ ഉമ്മത്തിയ ഉമ്മത്തിയ ഖൗമിയ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടിയുടെ സമാപനം എന്നുള്ള നിലയ്ക്ക് ഒറ്റ കാര്യം കൂടി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഫാഅത്ത് ലഭിക്കുമെന്ന് ഉറപ്പ് നൽകിയ ഒരു പുണ്യകർമ്മമുണ്ട്. അത് എത്രമാത്രം ആത്മാർത്ഥതയോട് കൂടി നിർവഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ഏതാ പുണ്യകർമ്മം? ഏതാണ്? മൻസാറ ഖബരി. അത് സാധാരണ നമ്മൾ മദീനത്ത് പോകുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന ഒരു പുണ്യകർമ്മമാണ്. അല്ലാതെ ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഫാഅത്ത് ഉണ്ട് എന്ന് ഉറപ്പ് നൽകിയ ഒരു പുണ്യകർമ്മം. ഏതാണ് ആ പുണ്യകർമ്മം? വളരെ നിസ്സാരമാണ്. ബാങ്ക് കൊടുത്തതിന് ശേഷമുള്ള ദുആ. ചിന്തിക്കണേ നമ്മളൊക്കെ. എത്രമാത്രം ആത്മാർത്ഥത ആ വിഷയത്തിൽ പുലർത്തുന്നവരാണ് നമ്മളൊക്കെ. ഒരു സുഖമില്ലാതായി, ജോലി നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ്. പള്ളിയിൽ ചെന്നിട്ട് മക്കത്ത് ചെന്നിട്ട് ഹറമിന്റെ മുന്നിൽ കൈ ഉയർത്തിയിട്ട് എത്ര ആത്മാർത്ഥതയോടുകൂടിയാണ് നമ്മളൊക്കെ ദ്വാരക്കുന്നത്. പടച്ചോനെ ജോലി പോകാൻ വേണ്ടി പോവുകയാണ്. ഒരു രോഗമാകുമ്പോ എത്ര ആത്മാർത്ഥതയോട് കൂടിയാണ് കൈ മേൽപോട്ട് ഉയർത്തിയിട്ട് നമ്മളൊക്കെ ദ്വാരക്കുന്നത്. ആ ഒരു ആത്മാർത്ഥത അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയുള്ള ഒരു ദുആ അല്ലേ അത്? അല്ലേ? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീല വദ്ദറജത റഫീഅ
വബ്അസ്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹ വർസുഖ്നി ശഫാഅതഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വർഗ്ഗത്തിലെ ഏറ്റവും പരമോന്നതമായ വസീലത്തും ഫളീലത്തും നൽകുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് ആ എളിയ ഉമ്മത്തിയുടെ കൂട്ടത്തിൽ ഒരാളാവാൻ പടച്ച റബ്ബേ എനിക്ക് സൗഭാഗ്യം നൽകണം. ഈ ദുആ ചൊല്ലിയാൽ ഹദ്ലത്ത് ലഹു ശഫാഅതി, അവൻ എൻ്റെ വജബത്ത് ലഹു ശഫാഅതി എന്നും ഹദീസിൽ കാണാൻ കഴിയും. അവൻ എൻ്റെ ശഫാഅത്തിന് അർഹത നേടി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമ്മളൊക്കെ എത്ര തിരക്കാണെന്ന് അല്ലാഹു റബ്ബി ഖലാസ്, എത്ര ആത്മാർത്ഥത ഉണ്ട് നമ്മൾക്ക്. സ്വന്തം ബാപ്പയേക്കാൾ ഉമ്മയേക്കാൾ എല്ലാറ്റിനേക്കാളും ഉപരി ഹബീബിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാം പറഞ്ഞതും കേട്ടതും ഈ സമയം വരെ നാം ചെലവഴിച്ചതും ഹബീബിനോടുള്ള മഹബത്തിന്റെ ഇഷ്കിന്റെ സ്നേഹത്തിന്റെ ഭാഗമായി പടച്ച റബ്ബ് കബൂൽ ചെയ്യട്ടെ. അവിടത്തെ ഹാഷികീങ്ങളിൽ പടച്ച റബ്ബ് നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. ജീവിതത്തിൽ അവിടുന്ന് കാണിച്ചു തന്ന ആ മാതൃക, ആ ഇത്തിബായിലൂടെ ജീവിക്കാൻ പടച്ച റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹബീബിനോടുള്ള മഹബത്ത് കാരണമായി നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും ഈ നിമിഷം വരെ റബ്ബ് നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും പടച്ച റബ്ബ് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ഈ കാലം എത്രയും നമ്മളൊക്കെ ചിന്തിക്കണം. ഒരുപാട് രോഗങ്ങൾ, പ്രായവ്യത്യാസമന്യേ ക്യാൻസറും അറ്റാക്കും കിഡ്നി സംബന്ധമായ രോഗങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന കാലത്ത് നമ്മളെപ്പോഴും പടച്ച റബ്ബിനോട് ദുആ ചെയ്യണം ആഫിയത്തിന് വേണ്ടി. മാ ഉഅ്തിയ റജുലുൻ അഫ്ളല മിൻ, ആഫിയത്തിനേക്കാളും വലിയ ഒരു നിഅമത്ത് പടച്ച റബ്ബ് ഒരാൾക്കും നൽകിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ നമുക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ, ആരോഗ്യം നിലനിർത്തി തരുമാറാവട്ടെ. ഇനി എത്ര കാലം ജീവിച്ചാലും റബ്ബിന്റെ ത്വാഅത്തിലും തൃപ്തിയിലും പൊരുത്തത്തിലുമായി പടച്ച റബ്ബ് നമുക്കൊക്കെ ആയുസ്സിനെ നീട്ടി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് അടുത്ത കാലത്തായി മരണപ്പെട്ടു പോയ ബാപ്പു മുസ്ലിയാർ, അതുപോലെ കുമ്മരംപുത്തൂരി എ പി മുഹമ്മദ് മുസ്ലിയാർ അടക്കമുള്ള ചെറുശ്ശേരി ഉസ്താദ് അടക്കമുള്ള നമ്മുടെ മരിച്ചുപോയ നമ്മുടെ ഉലമാക്കൾക്കൊക്കെ പടച്ച റബ്ബ് സ്വർഗ്ഗലോകത്ത് പടച്ച റബ്ബ് പദവികൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ബാപ്പു മുസ്ലിയാരെ പോലത്തെ കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, അതാ വയസ്സിലെ ബർക്കത്ത് എന്ന് പറഞ്ഞത്. കുറഞ്ഞ കാലം ജീവിച്ചിട്ട് ഒരുപാട് കർമ്മങ്ങൾ കർമ്മനിരതരായി അവരൊക്കെ ചെയ്ത് ഒരുപാട് ഓവർ ടൈം പണിയെടുത്തിട്ട് അതിൻ്റെയൊക്കെ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടി നേരത്തെ കടന്നുപോയ ബാപ്പു മുസ്ലിയാർ അവർകൾ അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, സ്വർഗം നൽകട്ടെ, ഹസനാത്തുകൾ സ്വീകരിക്കട്ടെ, സയ്യാത്തുകൾ വിട്ടുപുറത്ത് മാഫാക്കി കൊടുക്കുമാറാവട്ടെ. നമുക്ക് ഒരു പകരക്കാരനെ പടച്ച റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഉലമായിനോടൊപ്പം സാദാതീങ്ങളോടൊപ്പം നമ്മുടെ നേതാക്കളോടൊപ്പം സ്വർഗത്തിലും ഇതുപോലെ ഒരുമിച്ച് ചേരാൻ പടച്ച റബ്ബ് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി, വിനീതന് വേണ്ടി പ്രത്യേകിച്ച് ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ എന്നെ സംബന്ധിച്ച് പരിചയമുണ്ടായിരിക്കും. കുറച്ചും കൂടെയൊക്കെ അടുത്ത ഹജ്ജ് പെരുന്നാൾ വരെയൊക്കെ നിന്നിട്ട് നാട്ടിലെങ്ങനെയെങ്കിലും ഒരു ദീനിന്റെ ഖാദിമായി ഇങ്ങനെ പള്ളിയിലും മദ്രസയിലൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കൂടെന്നാണ് ആഗ്രഹിക്കുന്നത്. പടച്ച റബ്ബ് ഖൈറാണെങ്കിൽ ഖൈറിലേക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പടച്ച റബ്ബ് എത്തിച്ചു തരട്ടെ. റബ്ബിന്റെ കയ്യിലാണല്ലോ എല്ലാ ഖൈറും ഉള്ളത്. ബിയദിഹിൽ ഖൈർ, റബ്ബിന്റെ കയ്യിലാണ് ഖൈറുള്ളത്. പടച്ച റബ്ബ് എന്താണോ, പ്രവാസിയാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒക്കെ നമ്മുടെ ദീനും ദീനി ഖിദ്മത്തൊക്കെ ഏറ്റ് ബന്ധപ്പെട്ട് മരണം വരെ തുടർന്നു പോകാൻ റബ്ബ് നമുക്കൊക്കെ തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുആയിൽ എൻ്റെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി